ഹായ്, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ റിക്കാർഡിയൻ ഇക്വലൻസ്, അതേപോലെ ഡിസ്ക്രിഷണറി ഫിസ്ക്കൽ പോളിസി, ഓട്ടോമാറ്റിക് സ്റ്റെബിലൈസേഴ്സ്, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ്. നമുക്കൊരു 2 മാർക്ക് 3 മാർക്കിനൊക്കെ ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻസാണ്. അതേപോലെ പബ്ലിക് ഡെറ്റ് ഒരു ബേർഡൻ ആണോ അല്ലയോ എന്നുള്ളത്, വ്യൂസ് ഓൺ പബ്ലിക് ഡെറ്റ് എന്ന് പറയും. ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഒരു ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പം നമുക്ക് നോക്കാം റിക്കാർഡിയൻ ഇക്വലൻസ്. അതായത് ഡേവിഡ് റിക്കാർഡോ എന്ന് പറയുന്ന എക്കണോമിസ്റ്റിൻ്റെ അഭിപ്രായമാണ്. അതായത് ടാക്സേഷനെ കുറിച്ചും പബ്ലിക് എക്സ്പെൻഡിച്ചറിനെ കുറിച്ചും ഡെഫിസിറ്റ് ഫൈനാൻസിനെ കുറിച്ചുമുള്ളൊരു അഭിപ്രായം. ഫേമസ് ക്ലാസിക്കൽ എക്കണോമിസ്റ്റ് David Ricardo opined that consumers are forward-looking and they realize that today's increase in government expenditure will result in an increase in tax rate tomorrow. So, people will adjust their consumption and save more. As a result of this, it does not matter whether deficits are financed through borrowing or by raising taxes. This idea, that is, taxation and borrowing are equal as far as deficit financing is concerned, is called Ricardian equivalence. അതായത് ടാക്സേഷനും ബോറോയിങ്ങും ഡെഫിസിറ്റ് ഫൈനാൻസിനെ സംബന്ധിച്ചിടത്തോളം തുല്യമാണ് എന്ന് പറയുന്ന റിക്കാർഡോയുടെ ഐഡിയയാണ് റിക്കാർഡിയൻ ഇക്വലൻസ് എന്ന് പറയുന്നത്. ഇനി എന്താണെന്ന് ഒന്നുകൂടെ പറഞ്ഞുതരാം. അതായത് നമ്മൾ ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ കൂടുമ്പോൾ, അല്ലെ ഗവൺമെൻറ്റിൻ്റെ ടാക്സ് കൂടുകയാണെങ്കിൽ അതിൻ്റെ റിസൾട്ട് ഗവൺമെൻറ്റിൻ്റെ എക്സ്പെൻഡിച്ചർ കൂടുക എന്ന് പറഞ്ഞാൽ എന്താണ്? ടാക്സ് റേറ്റ്. പിന്നീടത് ടാക്സ് റേറ്റിലേക്ക് മാറും, അല്ലേ? അപ്പോൾ ആ ടാക്സ് റേറ്റ് ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ നടത്തണമെങ്കിൽ എന്താണ്? ഡെഫിസിറ്റ് ഫൈനാൻസിങ് പ്രോസസ്സിലൂടെയാണ് ഗവൺമെൻറ്റിന് കൂടുതൽ എക്സ്പെൻഡ് ചെയ്യണമെങ്കിൽ കൂടുതൽ പണം പലതരത്തിൽ അച്ചടിച്ചൊക്കെയാണ് എടുക്കുന്നത്, അല്ലേ? അപ്പോൾ ഇതിനെയാണ് ഗവൺമെൻറ് ഫൈനാൻസിങ്, അതായത് ഇഷ്യൂയിങ് ഓഫ് കറൻസിയാണ് ഗവൺമെൻറ് ഫൈനാൻസിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എക്സ്പെൻഡിച്ചർ കൂടുമ്പോൾ അത് എന്തിലേക്ക് നയിക്കുന്നതാണ്? ടാക്സ് റേറ്റ് കൂടും. അതായത് ഇഫ് ടുഡേ ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ ഇറ്റ് വിൽ റിസൾട്ട് ഇൻ ഇൻക്രീസ് ഇൻ ദ ടാക്സ് റേറ്റ് ടുമോറോ. അതുകൊണ്ട് തന്നെ എന്താണ്? നാളെ ടാക്സ് റേറ്റ് കൂടുന്നുള്ളതുകൊണ്ട് ഇന്നത്തെ ജനങ്ങൾ, അതായത് അക്കോർഡിംഗ് ടു റിക്കാർഡോ പീപ്പിൾ ആർ റാഷണൽ, അതായത് ജനങ്ങൾ വളരെ യുക്തിപരമായി ചിന്തിക്കുന്നവരാണ് എന്നാണ് റിക്കാർഡോയുടെ അഭിപ്രായം. അതുകൊണ്ട് തന്നെ ഇന്ന് ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ കൂട്ടുകയാണെങ്കിൽ നാളെ നികുതി കൂടുമെന്ന ധാരണയിൽ ആ നികുതി കൊടുക്കാനുള്ള പണം ഇന്നേ കരുതി വെക്കാൻ വേണ്ടി ജനങ്ങൾ കൺസംഷൻ കട്ട് ഷോർട്ട് ചെയ്യും. അതുകൊണ്ട് തന്നെ എന്താണ്? ഡെഫിസിറ്റ് ഫൈനാൻസിങ് എന്തിലൂടെ നടത്തുന്നു? അതായത് ബോറോയിങ്ങിലെ നടത്തിയാലും അതേപോലെ ടാക്സ് റേറ്റ് കൂട്ടിയാലും ഒരേ ഫലമാണ് ഉണ്ടാക്കുന്നത് എന്നുള്ള ആ ഒരു ഐഡിയയാണ് നമ്മൾ റിക്കാർഡിയൻ ഇക്വലൻസ്, റിക്കാർഡോയുടെ സന്തുലിതാവസ്ഥ എന്ന്, അല്ലെ തുലനാവസ്ഥ എന്ന് പറയുന്നത്. റിക്കാർഡിയൻ തുലനാവസ്ഥ, റിക്കാർഡിയൻ തുല്യത എന്നൊക്കെയാണ് അതിൻ്റെ മലയാളം കണ്ടിട്ടുള്ളത്. അപ്പോൾ ഐഡിയ ഇതാണ്: ടാക്സേഷൻ ആൻഡ് ബോറോയിങ് ആർ ഈക്വൽ ആസ് ഫർ ആസ് ഡെഫിസിറ്റ് ഫൈനാൻസിങ് ഈസ് കൺസേൺഡ് ഈസ് കോൾഡ് റിക്കാർഡിയൻ ഈക്വലൻസ്. 1 മാർക്കിനാണ് വരുന്നതെങ്കിൽ നമ്മൾ ഈ ഒരു അണ്ടർലൈൻ ചെയ്ത ആ ഒരു ഭാഗം മാത്രം എഴുതിയാൽ മതിയാവും. അതിൽ കൂടുതൽ വരികയാണെങ്കിൽ, അതായത് 2 മാർക്കിനോ 3 മാർക്കിനോ ആണെങ്കിൽ ഈ മുഴുവനും ഐഡിയ വന്നത് എങ്ങനെയാണ് എന്നുള്ളത് കൂടെ എഴുതുന്നതായിരിക്കും മാർക്ക് മുഴുവൻ സ്കോർ ചെയ്യാൻ നല്ലത്. അടുത്തതായിട്ട് ഡിസ്ക്രിഷണറി ഫിസ്ക്കൽ പോളിസിയാണ്. ഡിസ്ക്രിഷൻ എന്ന് പറഞ്ഞാൽ വിവേചനമാണ്, അല്ലേ? അപ്പോൾ വിവേചനപരമായ ധനനയം എന്താണ് എന്നുള്ളതാണ്. അതായത് discretionary fiscal policy is defined as the deliberate action of government to stabilize the economy. സമ്പദ് വ്യവസ്ഥയെ സുസ്ഥിരമാക്കി നിലനിർത്താൻ വേണ്ടി
ഗവൺമെൻറ് സ്വീകരിക്കുന്ന പ്രവർത്തനങ്ങളെയാണ് ഡിസ്ക്രിഷണറി ഫിസ്ക്കൽ പോളിസി എന്ന് പറയുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഇതിന് വേണ്ടി ചെയ്യുന്നത്? സുസ്ഥിരത എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റെബിലൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ കീപ് ദ ഇക്കോണമി വിത്തൗട്ട് സോ മച്ച് ഇൻഫ്ലേഷൻ ഓർ ഡിഫ്ലേഷൻ. ഇൻഫ്ലേഷനോ ഡിഫ്ലേഷനോ, അതായത് പ്രൈസ് റൈസോ പ്രൈസ് ഫോളിങ്ങോ ഇല്ലാതെ ഇക്കോണമിയെ ബാലൻസ്ഡ് ആയിട്ട് മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്ന, ഇക്കണോമിക് ഗ്രോത്ത് അറ്റൈൻ ചെയ്യാൻ കഴിയുന്ന രീതിയിൽ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നതിനെയാണ് ഇക്കണോമിക് സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇക്കണോമിക് സ്റ്റെബിലിറ്റി എൻഷുവർ ചെയ്യാനായിട്ട് ഗവൺമെൻറ് സ്വീകരിക്കുന്ന നടപടിക്രമങ്ങളെയാണ് ഡെലിബറേറ്റ് ഫിസ്ക്കൽ പോളിസി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഡിസ്ക്രിഷണറി ഫിസ്ക്കൽ പോളിസി എന്ന് പറയുന്നത്. ദ ആക്ഷൻ ഓഫ് ഗവൺമെൻറ് ടു സ്റ്റെബിലൈസ് ദ ഇക്കോണമി. സമ്പദ് വ്യവസ്ഥയെ സുസ്ഥിരമാക്കി നിലനിർത്താനായി ഗവൺമെൻറ് നടത്തുന്ന ധനനയത്തിൻ്റെ രീതികളെയാണ് ഡിസ്ക്രിഷണറി ഫിസ്ക്കൽ പോളിസി എന്ന് വിളിക്കുന്നത്. വിവേചനാത്മകമായ ധനനയം വിവേചന ധനനയം എന്ന് വിളിക്കുന്നത്. ഇനി ഇതിൻ്റെ എക്സാമ്പിളുകളാണ് ഇൻക്രീസ് ഇൻ ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ. അതായത് ഡിഫ്ലേഷൻ പീരിയഡ് കൺട്രോൾ ചെയ്യാനായിട്ട് ജനങ്ങളുടെ കയ്യിൽ പർച്ചേസിങ് പവർ കൂട്ടാനായിട്ട് ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ കൂട്ടും, ഗവൺമെൻറ്റിൻ്റെ ചിലവ് കൂട്ടും. അതേപോലെ ഇഫ് ദർ ഈസ് എൻ ഇൻഫ്ലേഷണറി ടെൻഡൻസി ഇൻ ദ ഇക്കോണമി, ദ ഗവൺമെൻറ് വിൽ ഇൻക്രീസ് ദ ടാക്സ് റേറ്റ് ആൻഡ് ഓൾസോ ഇമ്പോസ് സം ന്യൂ ടാക്സസ്. അതായത് ഇൻഫ്ലേഷൻ ടെൻഡൻസിയാണ്, പെട്ടെന്ന് ഇൻഫ്ലേഷനിലേക്ക് പോവുകയാണെങ്കിൽ ഗവൺമെൻറ് എന്ത് ചെയ്യും? ഓൾറെഡി നിലനിൽക്കുന്ന ടാക്സിൻ്റെ റേറ്റ് കൂട്ടും. അത് കൂടാതെ പുതിയ ടാക്സുകൾ ഇമ്പോസ് ചെയ്യും. പിന്നെ മൂന്നാമത്തേത് ഇൻക്രീസിങ് പബ്ലിക് ഡെറ്റാണ്. പൊതുകടം കൂട്ടുക എന്നുള്ളതാണ്. അതും ഇൻഫ്ലേഷനെ ഷോർട്ട് ചെയ്യാൻ, ഇൻഫ്ലേഷനെ മീറ്റ് ചെയ്യാൻ വേണ്ടി ഗവൺമെൻറ് നടത്തുന്നതാണ്. ഗവൺമെൻറ് ജനങ്ങളുടെ കയ്യിലുള്ള പർച്ചേസിങ് പവർ കുറയ്ക്കാനായിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഗവൺമെൻറ് ഡെപ്റ്റ് കൂട്ടുന്നത്. നമ്മൾ ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ പഠിച്ചതാണല്ലേ. അപ്പോൾ അതും ഈ മൂന്നെണ്ണം ആണ് നമുക്ക് എക്സാമ്പിളായിട്ട്. ഇത് കൂടാതെ ഉണ്ട്, എന്നാലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിസ്ക്രിഷണറി ഫിസ്ക്കൽ പോളിസി ഇൻസ്ട്രുമെൻറ്റ്സ് ആണ് ഈ മൂന്നെണ്ണം. ഇനി അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ളത് ഓട്ടോമാറ്റിക് സ്റ്റെബിലൈസറാണ്. അതായത് ഇതും കണക്റ്റഡ് ആണ്. ഓട്ടോമാറ്റിക് സ്റ്റെബിലൈസർ എന്ന് പറയുന്നതും ദ ഫിസ്ക്കൽ പോളിസി ഇൻസ്ട്രുമെൻറ്റ്സ് വിച്ച് വർക്ക് ഓട്ടോമാറ്റിക്കലി ടു സ്റ്റെബിലൈസ് ദ ഇക്കോണമി. അതായത് ഒരു സമ്പദ് വ്യവസ്ഥയെ സുസ്ഥിരപ്പെടുത്താനായിട്ട് വർക്ക് ചെയ്യുന്ന, അതായത് സ്വയമേവ വർക്ക് ചെയ്യുന്ന ധനനയ രീതികളെയാണ് എന്ത് വിളിക്കുന്നത്? ഓട്ടോമാറ്റിക് സ്റ്റെബിലൈസേഴ്സ് എന്ന് വിളിക്കുന്നത്. നേരത്തെ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ്. അതായത് ഫിസ്ക്കൽ പോളിസി, ഡിസ്ക്രിഷണറി ഫിസ്ക്കൽ പോളിസീൻ്റെ വേറെ ആ ഒരു ടൂളിനെയാണ് നമ്മൾ ഓട്ടോമാറ്റിക് സ്റ്റെബിലൈസറായിട്ട് കണക്കാക്കുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് എക്സാമ്പിൾ വരിക? പബ്ലിക് എക്സ്പെൻഡിച്ചർ, പ്രൊപ്പോർഷണൽ ടാക്സേഷൻ. പ്രൊപ്പോർഷണൽ ടാക്സേഷൻ എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്യാനും ഡിക്രീസ് ചെയ്യാനും പറ്റുന്ന തരത്തിലുള്ള ടാക്സേഷനാണല്ലേ. അപ്പം ഇൻഫ്ലേഷൻ പീരിയഡ് വരുമ്പോൾ ടാക്സ് റേറ്റുകൾ ഇൻക്രീസ് ചെയ്യും. അതേസമയം ഡിഫ്ലേഷൻ റേറ്റുകളാണെങ്കിൽ ടാക്സ് റേറ്റ് ഡിക്രീസ് ചെയ്യും. അപ്പോൾ അതിനെയാണ് പ്രൊപ്പോർഷണൽ ടാക്സേഷൻ എന്ന് വിളിക്കുന്നത്. പിന്നെ ട്രാൻസ്ഫർ പേയ്മെൻറ്റ്, ഗവൺമെൻറ്റിൻ്റെ യൂണിലാറ്ററൽ പേയ്മെൻറ്റാണ് ട്രാൻസ്ഫർ പേയ്മെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ട്രാൻസ്ഫർ പേയ്മെൻറ്റിൻ്റെ ആ ഒരു എമൗണ്ട്, പെൻഷനുകളൊക്കെയാണ് വരുന്നതെന്നറിയാം. അപ്പോൾ അത് എമൗണ്ട് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യുന്നതിലൂടെ കൺസംഷനിലും മാറ്റം വരുത്താൻ വരും. അതുപോലെ തന്നെ ഇക്കോണമിയിലും വളരെയധികം ചേഞ്ച് വരുത്താൻ ഗവൺമെൻറ്റിന് കഴിയുന്നതാണ്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് വ്യൂസ് ഓൺ പബ്ലിക് ഡെറ്റാണ്. അതായത് എന്താണ് പൊതുകടത്തിൻ്റെ മേലെയുള്ള അഭിപ്രായങ്ങൾ, പൊതുകടം നല്ലതാണോ മോശമാണോ ഇക്കോണമിക്ക് ഉണ്ടാക്കുന്നത് എന്നുള്ളതിൻ്റെ കാഴ്ചപ്പാടുകളാണ്. അപ്പോൾ ഒന്നാമത്തെ കാഴ്ചപ്പാട് എന്ന് പറയുന്നത് വെദർ ഗവൺമെൻറ് ഡെറ്റ് ഈസ് എ ബേർഡൻ. ഗവൺമെൻറ് ഡെറ്റ് ഒരു ബേർഡനായിട്ട് മാറാറുണ്ടോ എന്നുള്ളതാണ്. രണ്ടാമത്തേത് ഇഷ്യൂ ഓഫ് ഡെഫിസിറ്റ് ഫിനാൻസിങ്, ദാറ്റ് ഈസ് വെദർ ഡെഫിസിറ്റ് ഫിനാൻസിങ് ഈസ് ഗുഡ് ഓർ ബാഡ്. ഡെഫിസിറ്റ് ഫിനാൻസിങ് നല്ലതാണോ ചീത്തയാണോ എന്നുള്ളതാണ്. അതായത് അപ്പോൾ എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക്. വെൻ ഗവൺമെൻറ് ഗോസ് ഓൺ ബോറോയിങ് കണ്ടിന്യൂസ്ലി ഇറ്റ് വിൽ ഇൻക്രീസ് ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് ആൻഡ് ഇമ്പോസ് ഓഫ്
ന്യൂ ടാക്സ് അല്ലേ. ഗവൺമെൻറ് ബോറോയിങ് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ, അതായത് കണ്ടിന്യൂസ് ആയിട്ട് ബോറോ ഗവൺമെൻറ് ഗോസ് ഓൺ ബോറോയിങ്, ഇറ്റ് വിൽ ഇൻക്രീസ് ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് ആൻഡ് ഇമ്പോസ് ഓഫ് ന്യൂ ടാക്സ്. തുടർന്ന് വീണ്ടും ബോറോ ചെയ്യുകയാണെങ്കിൽ അതിനെ മീറ്റ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യേണ്ടി വരും? പുതിയ ഇൻട്രസ്റ്റ് റേറ്റുകൾ, അതായത് ഗവൺമെൻറ് ഇൻട്രസ്റ്റ് റേറ്റ് പേയ്മെൻറ്റ് കൂട്ടേണ്ടി വരും. അതേപോലെ പുതിയ ടാക്സ്, ഗവൺമെൻറ്റിന് ആ ഇൻട്രസ്റ്റ് പേ ചെയ്യാൻ ഉള്ള ഫണ്ട് വേണം അല്ലേ, അതിനു വേണ്ടി എന്താണ് പുതിയ ടാക്സ് റേറ്റ് കൊണ്ടുവരും. അപ്പോൾ അതെന്ത് ചെയ്യും? ഈ ടാക്സ് അങ്ങനെ വരുമ്പോൾ ഗവൺമെൻറ്റിന് ടാക്സ് കൊടുക്കുന്നത് ജനങ്ങളാണല്ലേ. അപ്പോൾ ജനങ്ങളുടെ ഇൻകത്തിൽ നിന്നും ടാക്സ് പോയാൽ ബാക്കി വരുന്ന ഭാഗം ഡിസ്പോസിബിൾ ഇൻകം ആണ്. അപ്പോൾ ആ ഡിസ്പോസിബിൾ ഇൻകം എന്ന് പറയുന്നത് കൺസംഷൻ പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്ന ഇൻകം ആണല്ലേ. അപ്പോൾ ആ ഇൻകം എന്താണ്? ഇറ്റ് വിൽ റെഡ്യൂസ് ഡിസ്പോസിബിൾ ഇൻകം. അതായത് ടാക്സ് റേറ്റ് കൂടുകയും ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് കൂടുകയും ചെയ്യുമ്പോൾ എന്താണ് വരുന്നത്? ജനങ്ങളുടെ പർച്ചേസിങ് പവർ, ഡിസ്പോസിബിൾ ഇൻകം കൂടുക എന്ന് റെഡ്യൂസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളുടെ പർച്ചേസിങ് പവർ കുറയുക എന്ന് വെച്ചാൽ എന്താണ്? ഹെൻസ് ദ കൺസംഷൻ കുറയുന്നു എന്നർത്ഥം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താണ്? ഇൻ ദാറ്റ് കേസ് the public debt becomes a burden on the future generation. അതുകൊണ്ട് എന്താണ്? ഫ്യൂച്ചർ ജനറേഷൻ ഒരു ബേർഡൻ ആയിട്ടാണ് പബ്ലിക് ഡെറ്റ് പലപ്പോഴും മാറുന്നത്. ഇനി ദ സെക്കൻഡ് വ്യൂ ഈസ് ദാറ്റ് റിക്കാർഡിയൻ ഈക്വലൻസ്. രണ്ടാമത്തെ വ്യൂ എന്ന് പറയുന്നത് റിക്കാർഡിയൻ ഈക്വലൻസ് ആണ്. റിക്കാർഡിയൻ ഈക്വലൻസ് നമ്മൾ ഓൾറെഡി കണ്ടതാണ് അല്ലേ. സ്റ്റേറ്റ്സ് ദാറ്റ് ടാക്സേഷൻ ആൻഡ് ബോറോയിങ് ആർ ഈക്വൽ. ടാക്സേഷനും ബോറോയിങ്ങും ഈക്വൽ ആണ് എന്ന് പറയുന്നതാണ്. അതുകൊണ്ട് എന്താണ്? ഡെഫിസിറ്റ് ഫൈനാൻസ് ചെയ്യാൻ വേണ്ടി ടാക്സേഷനോ ബോറോയിങ്ങോ എന്താണെങ്കിലും നമുക്ക് ഓപ്റ്റ് ചെയ്യാമെന്നുള്ളതാണ് റിക്കാർഡിയൻ ഈക്വലൻസിലൂടെ നമ്മൾ മനസ്സിലാക്കിയത്. ഇനി ഇത് കൂടാതെ വേറൊരു വ്യൂ എന്ന് പറയുന്നത് ഡെഫിസിറ്റ് ഫൈനാൻസിലെ ബഡ്ജറ്റ് ഡെഫിസിറ്റ് എന്ന് പറയുന്നത് എന്താണ്? എക്സ്പെൻഡിച്ചർ കൂടുതലും റവന്യൂ കുറവുമായ ബജറ്റുകളെയാണ് നമ്മൾ ഡെഫിസിറ്റ് ബജറ്റ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താണ്? ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ കൂടുമ്പോൾ ഇറ്റ് വിൽ കോസ് ഇൻഫ്ലേഷൻ. അതായത് വെൻ ബഡ്ജറ്റ് ഡെഫിസിറ്റ് ലീഡ്സ് ടു ഇൻഫ്ലേഷൻ. അപ്പോൾ ഈ ഇൻഫ്ലേഷൻ മീറ്റ് ചെയ്യാൻ വേണ്ടി എന്താണ്? ടു മീറ്റ് ഡെഫിസിറ്റ് ഗവൺമെൻറ് ഇൻക്രീസസ് ഇറ്റ് എക്സ്പെൻഡിച്ചർ. അപ്പോൾ ഈ ഡെഫിസിറ്റ് മീറ്റ് ചെയ്യുക, അതായത് ബഡ്ജറ്റിൽ ഉണ്ടാകുന്ന ഡെഫിസിറ്റ് മീറ്റ് ചെയ്യാൻ വേണ്ടി ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ കൂട്ടുകയോ അല്ലെങ്കിൽ എന്ത് ചെയ്യും? ടാക്സ് കുറയ്ക്കുകയോ ചെയ്യും. അപ്പോൾ അത് എന്താണ്? ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ കൂടിയാലും ടാക്സ് കുറഞ്ഞാലും അത് ആഗ്രഗേറ്റ് ഡിമാൻഡിനെ ബാധിക്കും. നമ്മൾ 3 സെക്ടർ മോഡലിൽ പഠിച്ചതാണ് അല്ലേ. ആഗ്രഗേറ്റ് ഡിമാൻഡിൻ്റെ ഓട്ടോമാറ്റിക് കമ്പോണൻസ് എ ബാർ പഠിച്ചതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താണ്? ആഗ്രഗേറ്റ് ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യും. ആഗ്രഗേറ്റ് ഡിമാൻഡ് ഇൻക്രീസ് ചെയ്താൽ എന്താണ് സംഭവിക്കുക? ഇഫ് ദ പ്രൊഡക്ഷൻ ഡസ് നോട്ട് ഇൻക്രീസ്, പ്രൊഡക്ഷൻ അതനുസരിച്ച് കൂടുന്നില്ല എങ്കിൽ പ്രൈസസ് കൂടുന്നതാണ്. ഇഫ് പ്രൊഡക്ഷൻ ഫെയിൽസ് ടു മീറ്റ് ഇൻക്രീസ്ഡ് ഡിമാൻഡ്, കൂടിയ ഡിമാൻഡിനെ മീറ്റ് ചെയ്യാൻ മാത്രമുള്ള പ്രൊഡക്ഷൻ ഇക്കോണമിയിൽ നടക്കുന്നില്ല എങ്കിൽ അത് പ്രൈസ് റൈസിന് കാരണമാകും. പ്രൈസ് റൈസ് എന്ന് പറഞ്ഞാൽ ഇൻഫ്ലേഷനാണ്. അപ്പോൾ എന്താണ്? ബഡ്ജറ്റ് ഡെഫിസിറ്റ് ആൻഡ് പബ്ലിക് ഡെപ്റ്റ് ആർ അൺഅവോയ്ഡബിൾ അറ്റ് ടൈംസ് ഓഫ്. അങ്ങനെ ആയാലും എന്താണ്? വേറൊരു വ്യൂ ആണ് ഡെഫിസിറ്റ് ബഡ്ജറ്റും പബ്ലിക് ഡെറ്റും നമുക്ക് ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ആവശ്യമായി മാറുന്ന ഒരു കേസുണ്ട്, റിസഷൻ. അപ്പോൾ ഇക്കോണമി റിസഷനിലൂടെയാണ്, റിസഷൻ എന്ന് പറഞ്ഞാൽ ഒരു സെറ്റ് ബാക്ക് ആണ് അല്ലേ. അപ്പോൾ റിസഷനിലൂടെ പോകുമ്പോൾ റിസഷൻ പീരിയഡ് എന്ന് പറയുന്നത് എന്താണ്? അവിടെ ദർ ഈസ് ചാൻസ് ഫോർ ഗവൺമെൻറ് ഇൻ്റർഫിയറൻസ്. ഗവൺമെൻറ് ഇൻ്റർഫിയർ ചെയ്യാനുള്ള ഒരു സമയമാണ് റിസഷൻ പീരിയഡ്. അപ്പോൾ ആ റിസഷൻ തരണം ചെയ്യണമെങ്കിൽ അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? ഗവൺമെൻറ് ഡെഫിസിറ്റും അതേപോലെ പബ്ലിക് ഡെറ്റും ആവശ്യമായിട്ട് വരും. അപ്പോൾ ഇൻഫ്ലേഷണറി ആണ് എങ്കിലും എന്താണ്? ഇഫ് ദ ഇക്കോണമി ഈസ് ഷോയിങ് ആൻ ഇൻഫ്ലേഷണറി ടെൻഡൻസി, ദ ഡെഫിസിറ്റ് ഫൈനാൻസിങ് ആൻഡ് ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ will increase the inflation. However, at times of recession ടൈമിൽ ബഡ്ജറ്റ് ഡെഫിസിറ്റ് ആൻഡ് പബ്ലിക് ഡെറ്റ് ആർ അൺഅവോയ്ഡബിൾ. അത് രണ്ടും നമുക്ക് ആവശ്യമായിട്ട് വരും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം? ഏറ്റവും നല്ല വഴി എന്ന് പറയുന്നത് ഗവൺമെൻറ് എല്ലായ്പ്പോഴും ഒരു ഫൈനാൻഷ്യൽ
ഡിസിപ്ലിൻ, ഫിസ്ക്കൽ ഡിസിപ്ലിനോടുകൂടെ മുന്നോട്ട് പോകുന്നതാണ്. അപ്പോൾ എന്ത് ചെയ്യണം, ഏത് രീതിയിലാണ് ചെയ്യേണ്ടതെന്ന് വിചാരിച്ചാൽ, ഏതാണോ ആവശ്യം, ഇഫ് ദ ഇക്കോണമി ഈസ് ഇൻ എ റിസഷൻ, ഇറ്റ് ഷുഡ് increase budget deficit and can opt public debt. However, if the economy faces a inflationary period, it is good to pass a balanced budget or surplus budget. അങ്ങനെയാണ്, അതായത് ഇൻഫ്ലേഷൻ പീരിയഡിലാണെങ്കിൽ ഒരു സർപ്ലസ് ബഡ്ജറ്റോ ബാലൻസ്ഡ് ബഡ്ജറ്റോ ആണ് അഭികാമ്യം. അതുകൊണ്ട് തന്നെ നമുക്കിതിൽ നിന്നും കൺക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന എന്താണ്, each nation must be aware of keeping fiscal discipline for economic growth. കൃത്യമായ ന്യായമായ സാമ്പത്തിക വളർച്ച നേടിയെടുക്കാനായിട്ട് ഫൈനാൻഷ്യൽ ഫിസ്ക്കൽ ഡിസിപ്ലിൻ, അച്ചടക്കം പാലിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഈ 4 ടേമുകൾ നന്നായിട്ട് പഠിച്ചിരിക്കുക. 2 മാർക്കും 3 മാർക്കിനൊക്കെ ആയിട്ട് ചോദിക്കാറുണ്ട്. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.